আরব সাগরের সঙ্গে লড়াই করে জীবন চলে কেরলের কোড়িকোড়ের ছোট্ট এই গ্রামের। কিন্তু বিশ্বকাপ এলেই বদলে যায় গ্রামের চেহারা। পৃথিবীর মানচিত্রে এই গ্রামের অবস্থান মার্কিন যুক্তরাষ্ট্র, কানাডা বা মেক্সিকো থেকে হাজারো মাইল দূরে। নৈনামবালাপ্পু কেরলের মৎস্যজীবী গ্রাম। অলিগলি জুড়ে বিশ্বকাপের রঙে রঙিন, উৎসবের মেজাজ। রাস্তার দুপাশ ছেয়ে যায় প্রিয় দল ব্রাজিল, আর্জেন্টিনা কিংবা পর্তুগালের পতাকা আর ব্যানারে। কারো বাড়ির ছাদে হলুদ সবুজ রং, কোথাও আবার আকাশি সাদা। ആഘോഷത്തിന് കുറവൊന്നുമില്ല. മഴയും വെളിയിലൊന്നും ഇവിടെ പ്രശ്നമൊന്നുമില്ല. എല്ലാ സമയത്തും ആഘോഷം തന്നെ. ഇവിടെയും ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2014 সালে ফিফা নৈনামবালাপ্পুর ফুটবল প্রেমীদের জন্য পাঠিয়েছিল বিশ্বকাপের রেপ্লিকা ট্রফি এবং বিশ্বকাপে ব্যবহৃত জাবুলানি বল। সঙ্গে ছিল পেলের শুভেচ্ছা বার্তাও। সেই স্মৃতি যত্নে আগলে রেখেছেন গ্রামের মানুষেরা। അത് എൻ്റെ മക്കളൊക്കെ അർജന്റീനയാണ്. അതാ എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ആത്മവിശ്വാസം അവരവരുടെ ഇല്ലായ്മയും വിശപ്പും എല്ലാം മറന്നത് ഫുട്ബോളിലൂടെയാണ്. ആ രാജ്യം അങ്ങനെയാണ് വളർന്നു വന്നത്. അത് മറഡോണയുടെ ചരിത്രമായാലും പെലെയുടെ ചരിത്രമായാലും പട്ടിണിന്റെയും ദാരിദ്ര്യത്തിന്റെയും കഥകൾ മാത്രമാണ് അതിലുള്ളത്. শুধু নৈনামবালাপ্পু নয়, কেরলের আরও এক গ্রাম পালাক্কাড়েও থেমে নেই বিশ্বকাপের উৎসব। মেসি হোক বা নেইমার, কে কত বড় ব্যানার লাগাবে, কার কাটআউট হবে সবচেয়ে উঁচু, ফুটবল প্রেমীদের মধ্যে তা নিয়েও চলে এক অন্য প্রতিযোগিতা। 500 അടിയോടുകൂടി ഏറ്റവും വലിയൊരു ഫ്ലെക്സ് എന്ന റെക്കോർഡ് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ ഗൂഗിളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യണം. അത് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞത് അവർ വെക്കുന്ന മേലൊക്കെ ഞങ്ങൾ എന്തായാലും വെക്കും. ഇപ്രാവശ്യം ജാസ് ക്ലബിന്റെ ബ്രസീൽ ഫാൻസിന്റെ കുട്ടികള് ഈ റെക്കോർഡ് ആർക്കും വിട്ടുകൊടുക്കൂല. ആ വാശി തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. അവർ 15 ദിവസമായി പണി തുടങ്ങിയിട്ട് ഇപ്പോൾ കാൽ നാട്ടിക്കാനില്ല. ഞങ്ങൾ 5 ദിവസത്തിന്റെ വാശിപ്പുറത്താണിത് വേൾഡ് റെക്കോർഡ് ഇടം പിടിച്ചത്. അപ്പൊ ഞങ്ങൾ അവർ വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഇത് തുടരും. അവർ വെച്ച 4 മണിക്കൂറുള്ള ഞങ്ങൾ അടുത്തത് ഇവിടെ ഞങ്ങൾ ഇത് കൂട്ടും. അതൊക്കെ വരെ വെറുതെ പറയല്ലേ. സപ്പോർട്ട് ഇവിടെ അർജന്റീനയ്ക്കാണ് കൂടുതൽ സപ്പോർട്ട്. പിന്നെ അവര് പറഞ്ഞ പോലെ കയറ്റി വെച്ചു. അവർക്ക് വേണമെങ്കിൽ ആദ്യം 100 അടി കൂട്ടി വെക്കായിരുന്നു. 100 വെക്കായിരുന്നു. ഞങ്ങൾ 80 വെച്ചു. അപ്പൊ ആരും ഫസ്റ്റ് വെച്ചു എന്നല്ല, ആരും ഏറ്റവും വലുത് വെച്ചു എന്നുള്ളതിനാണ് പ്രധാനം. ഫ്ലെക്സിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്। ম্যাচের 90 মিনিটের উত্তেজনার বাইরেও ফুটবল নিয়ে চলে অগণিত আলোচনা, তর্ক বিতর্ক আর খুনসুটি। কেউ ব্রাজিলের, কেউ আর্জেন্টিনার, কেউ আবার পর্তুগালের সমর্থক। কিন্তু দলের সমর্থন ভাগ হলেও ফুটবলের প্রতি ভালোবাসায় খামতি থাকে না কারো। একটা বিশ্বকাপ যায়, আরও একটা আসে। অপেক্ষায় দিন গোনে কেরলের গ্রামগুলো।